ഇടുക്കി ഇരട്ടയാറിൽ പീഡിപ്പിക്കപ്പെട്ട 18-കാരിയുടേത് ആത്മഹത്യ തന്നെയെന്ന നിഗമനത്തിൽ പോലീസ്. കഴുത്തിൽ ബെൽറ്റ് മുറുകിയതിനെ തുടർന്നാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബംഗളൂരുവിലെ പെൺകുട്ടിയുടെ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി. സന്ദീപ്, എന്താണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ? നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കഴുത്തിൽ ഈ ബെൽറ്റ് മുറുകിയത് തന്നെയാണ് മരണകാരണം എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അത് ആത്മഹത്യ എന്ന തരത്തിൽ തന്നെയാണ് പ്രാഥമികമായി പോലീസ് കണക്കാക്കുന്നതും. എന്നാൽ ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാളോട് ഇവിടെ നേരിട്ട് എത്തുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യും എന്ന തരത്തിലുള്ള മെസ്സേജുകൾ ഫോണിലൂടെ വാട്സാപ്പ് മെസ്സേജ് ഇയാൾക്ക് അയച്ചിരുന്നു. ഒപ്പം തന്നെ ഇയാൾ നിരവധി തവണ ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗളൂരുവിലുള്ള സുഹൃത്തിനോട് ഇവിടെ നേരിട്ടെത്തി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ഈ മുറിക്കുള്ളിൽ മറ്റാരും തന്നെ കയറിയതായിട്ടുള്ള ഒരു തെളിവുകളും ഇല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള സൂചനകൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് ഭാഗത്തു നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആത്മഹത്യ എന്ന തരത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. മറ്റാരുടെയും ഒരു സാമീപ്യം മുറിക്കുള്ളിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. വിശദമായ ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫലങ്ങൾ കൂടി പുറത്തു വരണം. ഒപ്പം തന്നെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ ആന്തരിക അവയവങ്ങൾ ഒക്കെ തന്നെ വിശദമായ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് സാമ്പിളുകൾ. അതിന്റെ പരിശോധനാ ഫലം കൂടി ലഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനായി പോലീസ് കാത്തിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഈ സുഹൃത്തിനെ കൂടി വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസ് വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബംഗളൂരുവിലെ പെൺകുട്ടിയുടെ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.